മനോഹരമായി നിർമ്മിച്ച 8 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാന്യായ MP ശ്രീ ആന്റോ ആന്റണി. ഓപ്പൺ ജിമ്മാണ്. നാം ആകെപ്പാടെ ഓപ്പൺ ജിം കണ്ടിരിക്കുന്നത് അങ്കമാലി നഗരസഭയിലാണ്. അപ്പോൾ ഈ നഗരസഭ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഭംഗിയായ രീതിയിൽ ഇതിന്റെ പുറകോട്ട് മുഴുവൻ സ്ഥലവും നമുക്ക് ഇതിന്റെ ഒരു 65 മീറ്റർ സ്ഥലം ഈരാറ്റുപേട്ട PWD നാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കിഡ്സ് പാർക്ക് കൂടി മിനിമം 1-2 സ്പോൺസർമാരുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ലെവൽ ചെയ്ത് മനോഹരമായി മുള കെട്ടി തിരിച്ച് ഈരാറ്റുപേട്ട നഗരസഭയിലെ കുട്ടികൾക്ക് ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള സംവിധാനത്തോടുകൂടി ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു പാർക്ക് കൂടി നാം പ്ലാൻ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച നടന്നു വരികയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ജീവിതശൈലി രോഗം കൊണ്ട് ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നഗരസഭാ തലത്തിൽ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഭരണ സംവിധാനത്തിന്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്, ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ നഗരസഭയെ സംബന്ധിച്ച് പല കാരണങ്ങൾക്കും സ്ഥലം ലഭ്യമല്ലാതാകുന്ന അല്ലെങ്കിൽ സ്ഥലം വാങ്ങുവാൻ സാധിക്കാത്ത നിയമക്കുരുക്കിൽ പെട്ടുകിടക്കുമ്പോൾ PWD പോലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ആ സ്ഥലങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ജനഹിതകരമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിന്റെ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഓപ്പൺ ജിം നമ്മളിവിടെ ഇന്ന് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. ഏകദേശം ധാരാളം എക്യുപ്മെന്റ്സ് നമ്മൾ ഇതിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് കിടുന്ന രീതിയിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള 5ഓളം എക്യുപ്മെന്റ്സ് ആണ് ഇതിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രദേശം മൊത്തം തന്നെ നമ്മൾ സ്നേഹാരാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ പരിപാലനം നമ്മൾ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ നല്ലൊരു മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു നഗരത്തിന്റെ കവാടമാണ് പാലായിൽ നിന്ന് വരുമ്പോൾ ഈ കടുവാമൊഴി എന്ന് പറയുന്ന ഈ പ്രദേശം. അതുപോലെ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നാടിന്റെ സർവ്വതോന്മുഖമായിട്ടുള്ള വികസനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ 5 വർഷ കാലയളവിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു നൽകുവാൻ സാധിച്ചിട്ടുള്ളത് പരിമിതമായ സംവിധാനങ്ങൾ നിന്നുകൊണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഞങ്ങൾ പൊതുജനങ്ങളെ മനസ്സിലാക്കുകയാണ്. ഈരാറ്റുപേട്ടയുടെ നിരവധിയായ വികസന പദ്ധതികളിൽ അതിന് തിളക്കം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഓപ്പൺ ജിം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിൽ നിന്ന് ഒരു ഹെൽത്ത് അവയർനെസ് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അത് കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും പ്രായമായവരാണെങ്കിലും അവർക്കെല്ലാം ആരോഗ്യ സംരക്ഷണയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടും സുവ്യക്തമായ തീരുമാനങ്ങളുമുള്ളൊരു കാലഘട്ടമാണ്. ഈരാറ്റുപേട്ട പോലെ വളരെയേറെ പരിമിതികളുള്ള സ്ഥലപരിമിതിയുള്ള ഒരു മുനിസിപ്പാലിറ്റി. കാരണം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. ഈ ചുരുങ്ങിയ പ്രദേശത്ത് 45,000 ആളുകൾ താമസിക്കുക. അത് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയേക്കാൾ കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ പരിമിതമായ സ്ഥലത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ നാടിനാവശ്യമായിട്ടുള്ള ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ഒന്നാണ്. ആ ദൗത്യത്തിൽ ഈ മുനിസിപ്പാലിറ്റി 100% വിജയിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമാണ്. എല്ലാ മുക്കിലും മൂലയിലും റോഡുകളായി, വെള്ളമായി, വെളിച്ചമായി, എല്ലാ പ്രദേശങ്ങളിലും അതാത് പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള വികസനങ്ങളായി. സത്യത്തിൽ ഈരാറ്റുപേട്ടയുടെ വളർച്ച എന്ന് പറയുന്നത് അസൂയ ഉണ്ടാക്കുന്ന ഒരു വളർച്ചയാണ്. അതോടൊപ്പം 2 കരയിലും വെൽനസ് സെന്ററുകൾ അത് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ രൂപം കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പൊ പുതുതായി NHMൽ നിന്ന് 43 ലക്ഷം രൂപ ഡയാലിസിസ് യൂണിറ്റിന് അനുവദിച്ചിരിക്കുന്നു. മുമ്പുള്ള നമ്മുടെ ഇവിടെ ഈരാറ്റുപേട്ടയിലുള്ള ഹോസ്പിറ്റലിൽ നിലവിൽ തന്നെ ഡയാലിസിസ് സംവിധാനം അതിനുള്ള മെഷീനറി MP ഫണ്ടിൽ നൽകിയെങ്കിലും അതിന് ഉള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് നടപ്പാക്കുന്ന വ്യാപാരി വ്യവസായി സമൂഹമാണ്. അങ്ങനെ കുടിവെള്ളത്തിന് 20 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടുണ്ട്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഈ പ്രദേശത്ത് നടപ്പാകുന്നു. ഇത് ഏറ്റവും അഭിനന്ദനീയമാണ്.
ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ എല്ലാവർക്കും മാതൃകയായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മൈലച്ചിലാറിന്റെ ആ മനോഹാരിത മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ വ്യായാമത്തിന് ആളുകൾക്ക് വരാൻ കഴിയുക. ഇവിടെ കുറെ കൂടി ഉപകരണങ്ങൾ ഇവിടെ വെക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൂടി നമുക്ക് വെച്ച് ഒരേ സമയം നിരവധി ആളുകൾക്ക് വ്യായാമം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇത് മാറ്റേണ്ടതുണ്ട്. തൊട്ടപ്പുറത്തുള്ള സ്ഥലത്ത് അവിടെ അതുകൂടി ഡെവലപ്പ് ചെയ്ത് അവിടെ കൂടി ഒരു ചിൽഡ്രൻസ് പാർക്ക് ആക്കണമെന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അക്കാര്യത്തിലും പൂർണ്ണമായ സഹായമുണ്ടാകും. കാരണം ഈരാറ്റുപേട്ട നമ്മളൊരു വികസന പദ്ധതിക്ക് ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിന്റെ 10 ഇരട്ടിയായി നടപ്പാക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ മനസ്സിന് വളരെ സന്തോഷമുണ്ട് എന്നുകൂടി അറിയിക്കട്ടെ. മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ സാരഥികളെയും ഇവിടെ ഇരിക്കുന്ന കൗൺസിലർ ഓരോരുത്തരും രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ നന്നായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ ഓപ്പൺ ജിമ്മിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം.